ഷെബാൻ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപാണ്. ആളും പുതിയൊരു താരിഫ് വാർ തന്നെ തുറന്നിട്ടിരിക്കുന്നുണ്ട്. അത് ന്യൂസിലാൻഡിൽ ജീവിക്കുന്ന നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. എന്താണ് മനോജിനെ ട്രംപിൻ്റെ പുതിയ നീക്കങ്ങളെ കുറിച്ച് വന്നത്? എനിക്ക് തോന്നുന്നത് പുള്ളി അത് ഇലക്ഷൻ ഇലക്ഷൻ്റെ സമയത്ത് പുള്ളി പ്രോമിസ് ചെയ്തൊരു കാര്യമാണ് താരിഫ് കൊണ്ടുവരും എന്നുള്ളത്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനിൽ ബേസിക്കലി യു എസിനെ ഒരുപാട് സഹായിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമായിട്ടാണ് പുള്ളി താരിഫിനെ കൊണ്ടുവന്നേക്കുന്നത്. പ്രത്യേകിച്ച് മാനുഫാക്ചറിങ്, സപ്ലൈങ്, ഡിസ്ട്രിബ്യൂഷൻ, അതിനകത്തുള്ള കൺട്രോൾ കാര്യമായിട്ട് യു എസിനില്ല. അപ്പം അതുപോലെ തന്നെ ആ സെക്ടറിൽ യു എസിൽ കാര്യമായിട്ട് ജോബ്സ് ജനറേറ്റ് ആവുന്നില്ല. അപ്പം അത് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കും എന്നുള്ളതാണ് അത് പറയുന്നത്. പിന്നെ വേറെ തിയറി പറയുന്നത്, അവർ പറയുന്നത് അവരുടെ ഡെപ്റ്റ് $36 ട്രില്യൺ ഡെപ്റ്റ് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും താരിഫ് സഹായിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കൊന്ന് ഇത് കൂടുതൽ ബാധിക്കുന്നത് ലോകത്തിന് മൊത്തത്തിലാണെന്ന് തോന്നുന്നത്. ഭയങ്കര നമ്മൾ രണ്ടുപേരും ഫിനാൻഷ്യലി എക്സ്പേർട്സ് അല്ല ഇതിനകത്ത്. അപ്പം നമ്മൾ തോന്നുന്ന രീതിയിൽ ഇപ്പം നമ്മൾ പറയില്ലേ പൊളിറ്റിക്സ്, ഇപ്പം പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മൾ പൊതുവെ പറയുന്ന ഒരു ഇതാണ്, ഇതിപ്പം നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല, നമ്മൾ പണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാവുന്നതാണ്. പക്ഷേ ശരിക്കും പൊളിറ്റിക്സ് തന്നെ അങ്ങനെയല്ലല്ലോ. പൊളിറ്റിക്സ് പറഞ്ഞാൽ ട്രംപ് അവിടെ എടുക്കുന്ന തീരുമാനത്തിന് ഇവിടെ കിടക്കുന്ന നമ്മളും ഇപ്പം ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത മലയാളികൾ, അതായത് ന്യൂസിലാൻഡിലോ ഓസ്ട്രേലിയയിലോ യു കെയിലോ കാനഡയിലോ ഉള്ളവരെ എല്ലാം ഒരു ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ലിറ്ററലി താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് മെയിനായിട്ട് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയിൽ കണ്ട ഒരു ഡിഫറൻസ് പറഞ്ഞാൽ നമ്മുടെ കിവി സേവറിൻ്റെ ബാലൻസിൽ വന്നിട്ടുള്ള മാറ്റമുണ്ട്. അത് സ്റ്റോക്ക് മാർക്കറ്റിന് ഉള്ള റിയാക്ഷൻ പോലെ തന്നെ നമ്മുടെ കിവി സേവറിൻ്റെ ബാലൻസിലും ഒരു നെഗറ്റീവ് ഗ്രോത്ത് വന്നു. അതിനെക്കുറിച്ച് എന്താണ്? അതെനിക്ക് തോന്നുന്നത് അത് എക്സ്പെക്റ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ കോവിഡ് പോലെ തന്നെ ഇപ്പം ഇങ്ങനെ ഒരു താരിഫ് വരുമ്പം അത് എക്കോണമീനെ സ്ലോ ഡൗൺ ചെയ്യും. ട്രേഡിനകത്ത് കുറേ അൺസർട്ടനിറ്റി കൊണ്ടുവരും വേൾഡ് ട്രേഡിൽ പ്രത്യേകിച്ച്. അങ്ങനെ വരുമ്പം ഇപ്പം നമ്മളുടെ മാനേജർ ഫണ്ട്സും അല്ലാത്ത ഫണ്ട്സും പിന്നെ S&P 500 പോലും എല്ലാ ഫണ്ടുകളെയും അത് ബാധിക്കും. അപ്പം അത് ബാധിക്കുന്നത് ഇപ്പം നമ്മൾ കിവി സേവർ അല്ലെങ്കിൽ സൂപ്പർ ആനുവേഷനിൽ മാത്രമല്ല, അത് ബാധിക്കുന്നത് എനിക്ക് തോന്നുന്നത് വേറെ 2 വലിയ ഘടകങ്ങളാണ്. ഒന്ന് ഇൻഫ്ലേഷന്, രണ്ടാമത് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പം പ്രൊഡക്ഷൻ ചൈനയുടെ ഭാഗത്ത് നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഇൻഫ്ലേഷൻ സംഭവിക്കാൻ നല്ല സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. സാധാരണ ഇൻഫ്ലേഷൻ വരുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഫ്ലേഷനെ ബ്രിഡ്ജ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ്. എനിക്ക് മനസ്സിലായത് ഇപ്പം ഈ ഒരു സിനാരിയോയിൽ മിക്കവാറും രണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഇൻഫ്ലേഷൻ വരാനുള്ള സാധ്യത ഭയങ്കര ഹൈ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ നിലവിൽ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് സാധാരണഗതിയിൽ എക്കോണമി കുറച്ച് ചുരുങ്ങുമ്പം ഇൻട്രസ്റ്റ് റേറ്റ് പൊതുവേ റിസർവ് ബാങ്കുകൾ ലോകത്ത് ഒട്ടമാനം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് താഴേക്ക് കൊണ്ടുവരാനാണ് സാധ്യത കൂടുതൽ. കാരണം അങ്ങനെ ആകുമ്പോഴാണ് എക്കണോമിക് ആക്ടിവിറ്റി നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവരത് കൂടുതൽ ആ ഒരു ഏരിയയിലേക്ക് എന്താ പറയുന്നത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ നമ്മൾ കോവിഡിൽ നിന്നുള്ളൊരു എക്സാമ്പിൾ വെച്ചിട്ട് എനിക്ക് അറിവുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്ന സാധനത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്ക് വരേണ്ടതാണ്. പക്ഷേ ഈ പ്രാവശ്യം എന്ത് നടക്കും എന്നുള്ളത് എനിക്കറിയില്ല. അത് നമുക്കതിനെക്കുറിച്ച് വലിയ ജ്ഞാനമില്ലാത്തൊരു വിഷയം കൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മളെ പോലെ മോർഗേജ് ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ പേടി സ്വപ്നമാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ വീട് മേടിക്കുന്നതിന് മുമ്പ് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മളെ വലിയൊരു ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നാറില്ല. നമ്മൾ കോവിഡിന് ശേഷം തന്നെ കണ്ടാണ് 1.5% ഒക്കെ വരെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ട് പിന്നെ അത് ഓൾമോസ്റ്റ് 7%ലേക്ക് പോയി. മോർഗേജൊക്കെ ഡബിളും ട്രിപ്പിളും ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് കയറും. അറിയില്ല. നമ്മൾ ഇത് ട്രേഡ് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിലേക്ക് പോകാതെ ഇരുന്നാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ അങ്ങനെ ഫ്ലെഡ്ജ്ഡ് വാറിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള മൈഗ്രേറ്റഡ് ആയിട്ടുള്ള എല്ലാ മലയാളികളെയും അത് ബാധിക്കും. അത് കാനഡ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ചിലപ്പോൾ കാനഡയായിരിക്കും. കാരണം കാനഡയാണ് ഏറ്റവും US ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന രാജ്യം. പിന്നീട് അങ്ങോട്ടുള്ള UK ആയിട്ട് അവരൊരു ട്രേഡ് ഡീൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. യൂറോപ്പുമായിട്ട് ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പിന്നീട് ഇങ്ങോട്ട് വരുമ്പം ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നുള്ള രാജ്യങ്ങളിലൊക്കെ
ശരിക്കും പറഞ്ഞാൽ യുഎസിന് ഇങ്ങോട്ടൊക്കെ സർപ്ലസ് ആണ് ട്രേഡിലുള്ളത്. പക്ഷേ ഇതൊന്നും ഓസ്ട്രേലിയനും ന്യൂസിലൻഡൊന്നും ഇവർക്ക് അത്ര വലിയ എന്താ പറയുക വലിയൊരു സംഭവമല്ല. നമ്മൾ ഈ ചൈനയും UK, യൂറോപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ തിരിച്ച് ഇവരെന്തോരം ഡീല് തരും എന്നുള്ളത് ഇപ്പോൾ ട്രംപ് ഒരു ഫുൾ ബിസിനസ് ആംഗിളിൽ നിന്നാണ് പോകുന്നത്. അപ്പം ഇത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനുള്ള സാധ്യതകൾ എനിക്ക് തോന്നുന്നത് കൂടുതലാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു വേൾഡ് ക്രമം അനുസരിച്ച്. ശരിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു സ്ഥിതിയിലാണെന്ന് തോന്നുന്നു. കാരണം നമ്മളെ സംബന്ധിച്ച് അമേരിക്കയാണ് ഇതില് രണ്ടാമത്തെ ഒരു ടൈറ്റ് പാർട്ണർ. അപ്പോൾ എന്തൊരു തീരുമാനവും ന്യൂസിലൻഡ് നല്ല രീതിയിൽ അത് ബാധിക്കുമല്ലോ. ഇപ്പോൾ കണക്കനുസരിച്ച് ഒരു പറയുന്നത് OCR ഇനിയും താഴും, 3% വരെ പോകുന്നതായിരുന്നു ആദ്യം പ്രൊഡിക്റ്റ് ചെയ്തിരുന്നത്. 0.75 പോയാൽ പോലും അതിശയിക്കേണ്ടി വരില്ലെന്നാണ് പുതുതായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. റേറ്റ് കുറഞ്ഞാൽ അതനുസരിച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർഗേജ് ഉള്ളവർക്കൊക്കെ ഒരു ഗുണമാവുമല്ലോ. ഇത് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പക്ഷേ അപ്പുറത്തൊരു ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ സാധനം അവിടെ തൂങ്ങി നിൽപ്പുണ്ട്. അത് ഇൻഫ്ലേഷൻ എങ്ങോട്ട് പോകും എന്നുള്ളത് പോലെ ഇരിക്കും. കാരണം ഇപ്പോൾ ചൈനയെ പോലെ രാജ്യമൊക്കെ പ്രൊഡക്ഷൻ കട്ട് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഓസ്ട്രേലിയയുടെയും ന്യൂസിലൻഡിലൊക്കെയും ഏറ്റവും വലിയ ട്രേഡ് പാർട്ണറാണ് ചൈന. ചൈനയിലെ എക്കോണമി താഴേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു ഡോമിനോ എഫക്റ്റ് പോലെ ഇപ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡിലൊക്കെ നല്ല രീതിയിൽ ബാധിക്കും. ഇപ്പോഴത്തെ പറയുന്നത് പറഞ്ഞാൽ ഫ്രീ ട്രേഡ് എന്നുള്ള സംഭവം ഓൾമോസ്റ്റ് ഇനി എന്താ പറയുക വേൾഡ് വൈഡ് ആയിട്ട് ഉണ്ടാവില്ല, ചില ബ്ലോക്കുകൾ തമ്മിൽ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഇതൊന്ന് ഇത് കുറേ അൺസർട്ടനിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഇത് എങ്ങോട്ട് പോകും എന്നുള്ളത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. പിന്നെ OCR കുറയും എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ട്രംപ് താരിഫ് കൊണ്ടുവരുന്നതിന് മുമ്പുള്ള അതൊരു പാറ്റേൺ ആയിരുന്നു. എക്സ്പെക്റ്റഡ് എക്കോണമീനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുവെ റിസർവ് ബാങ്കുകൾ വേൾഡ് വൈഡ് ആയിട്ട് പിന്നെ OCR പിടിച്ചു കെട്ടി കൊണ്ടുവരുന്ന ഒരു താഴേക്ക് കൊണ്ടുവരിക, കാരണം ഇൻഫ്ലേഷൻ സ്ലോ ഡൗൺ ആയി കൊണ്ടുവരുന്നൊരു പ്രതിഭാസമായിരുന്നു. പക്ഷേ ഇനി ആ പ്രതിഭാസം ആ ഒരു വേവിൽ തന്നെ പോകുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം എൻ്റെ അറിവിൽ ഈ താരിഫ് വന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും മാറുകയാണ്. ഇപ്പോഴുള്ള ട്രേഡുകൾ ഇപ്പം ചൈന ഇപ്പം നിലവിൽ സ്ട്രോങ് ആയിട്ട് പിടിക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു US അടുത്ത് പിടിക്കാനുള്ള US 100% വെറുപ്പിക്കാനുള്ളൊരു ഇതൊന്നും ചൈന ചെയ്യില്ല. കാരണം ചൈനയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ണർ US തന്നെയാണ്. പിന്നെ US അതുപോലെ തന്നെ സ്ട്രോങ് അലയൻസും ഉണ്ട്. അപ്പം അവരൊരിക്കലും അതിനെ ഫുൾ ഫ്ലെഡ്ജിൽ ബ്ലോക്ക് ചെയ്യില്ലായിരിക്കാം. പക്ഷേ അറിയില്ല, ഇൻട്രസ്റ്റ് റേറ്റ് കൂടാതിരുന്നാൽ മതിയായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പണിയെടുക്കുന്ന പൈസ കൂടി ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് അടക്കേണ്ടി വരും. ശരിയാണ്. അതുപോലെ റിസഷൻ വന്നാണെങ്കിലും വിലയൊക്കെ താഴെ പോയി കഴിഞ്ഞാലും നെഗറ്റീവ് ഇക്വിറ്റി ഉള്ള പ്രശ്നങ്ങളും ആൾക്കാരെ ബാധിക്കാൻ പോകുന്നുണ്ടല്ലോ. വീടൊക്കെ വിൽക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാർ എന്നാ പറയുന്നത്, ഇത് എങ്ങനെ പോകുന്നത് കോവിഡിൻ്റെ സമയത്തുള്ള നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് അളക്കാൻ പറ്റുള്ളൂ. കാരണം കോവിഡ് സമയത്ത് ഇതൊരു വേൾഡ് വൈഡ് പ്രതിസന്ധിയായിരുന്നു. ഇപ്പം എല്ലാ രാജ്യങ്ങളിലും അവർ ഇൻട്രസ്റ്റ് റേറ്റ് താത്തി പിന്നെ റിസഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി എക്കണോമിക് ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി അവർ ശ്രമിച്ചു. പക്ഷെ ഇപ്പം ഇനി എന്ത് സംഭവിക്കുന്നത് കണ്ടറിയണം. അത് നമ്മളുടെ ഒരു അറിവിലോ ഇതുവരെ എനിക്കൊന്നും ഇതൊരു അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള സംഭവമാണെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വേൾഡ് അതായത് ഡെക്കേഡ്സ് ആയിട്ട് എന്നാ പറയുന്നത് ഫ്രീ ട്രേഡ് അത് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് US തന്നെ ഇത് പ്രൊപ്പൈൽ ചെയ്തിടുന്നൊരു ഐഡിയ ആണ്. അപ്പം അവരതിൽ നിന്ന് മാറുമ്പം ബാക്കിയുള്ളവർക്കൊന്നും വലിയ പ്രസക്തി ഇല്ല. US-നെ അത്രയും വലിയ ട്രേഡ് ചെയ്യുന്നൊരു രാജ്യമില്ല. ഏറ്റവും വലിയ എക്കോണമി US തന്നെയാണ്. ബാക്കിയുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നത് അവർ ഇപ്പം വേൾഡ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇപ്പം ചൈനയുടെ നേതൃത്വത്തിലും അതുപോലെ US-ൻ്റെ നേതൃത്വത്തിലാണെങ്കിൽ കൂടുതൽ രാജ്യങ്ങളും കൂടുതൽ എക്കോണമികളും അലൈൻ ചെയ്യാൻ സാധ്യത, പ്രത്യേകിച്ച് യൂറോപ്പ് മുതൽ അങ്ങോട്ടുള്ളത് കൂടുതൽ US-ലേക്ക് ആയിരിക്കും ചായാൻ സാധ്യത. അപ്പം ഇപ്പം US-നെ ഒരു ചുറ്റുമുള്ളൊരു ബിൽഡിംഗ് ബ്ലോക്ക് ആയിരിക്കും സംഭവിക്കുന്നത്. പറയുന്ന പോലെ ചൈന എത്ര ശതമാനം US-ന് തോറ്റു കൊടുക്കുന്നുള്ളതും കണ്ടറിയണം. ഇതൊക്കെ ബാധിക്കാൻ പോകുന്നത് നമ്മുടെ മോർഗേജിനെയാണെന്ന് തോന്നുന്നു. മോർഗേജ് മാത്രമല്ല തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം വെച്ചാൽ
നമ്മുടെ കോൺട്രാക്ട് നെഗോസിയേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഗവൺമെൻറ്റായിട്ട്. വേജൊക്കെ എത്രത്തോളം ഇൻക്രീസ് വരുന്നുള്ളതും അറിയേണ്ടി വരും. ഇങ്ങനെയാണ് അതിനുള്ള ഓഫറുകളൊക്കെ വരാൻ പോകുന്നത്. ഇംഗ്ലീഷിനൊക്കെ സാധ്യത കുറവാന്ന് തോന്നുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. മിക്കവാറും അതെ. അൺഎംപ്ലോയ്മെന്റ് റേറ്റിനുള്ള ഹൈ ആവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കാം. കാരണം പല ട്രേഡുകൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. ചൈനയിൽ നിന്നുള്ള എന്താ പറയുന്നത് ടിപ്സ് ഒന്നും വിടുന്നില്ലെന്ന് പറഞ്ഞു. ചൈനയുടെ പോർട്ടിൽ നിന്ന് അവർ പോകുന്നില്ല. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം നമ്മളൊരു കോവിഡിൻ്റെ ഒരു സിറ്റുവേഷനാണ്. മീൻസ് സ്റ്റക്കായ പോലെയാണ് ട്രേഡ്. അപ്പം അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത് കണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് ഒരു പെട്ടെന്ന് സിറ്റുവേഷൻ ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാണെങ്കിലും താരിഫ് ഉണ്ടാവും. ചെറിയ രീതിയിലാണെങ്കിലും എല്ലാ രാജ്യത്തിനും അതിന് ലയബിലിറ്റി ഉണ്ടാവും. യുഎസിൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നില്ല ഇനി സീറോ താരിഫിന് ട്രംപ് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത് യുഎസിൽ ഇൻഫ്ലേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. യുഎസിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ യുഎസിൻ്റെ പുറകെയാണല്ലോ നമ്മളൊക്കെ പോകുന്നത്. അതെ. എന്താ പറയുന്നത്, നമ്മളെപ്പോലുള്ളവരെ ഇതിപ്പം പെട്ടെന്ന് ഔട്ട് ഓഫ് ദ ബ്ലൂ ആണ്. ഇതിനു മുമ്പ് ട്രംപ് വരുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് S&P 500 ഒക്കെ പറക്കുന്നു. നമ്മൾ എന്താ പറയുന്നത്, എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് ഈ സാധനം കടിഞ്ഞാണിലേക്ക് വന്നത്. ഇങ്ങനെ ഒരു നീക്കം എനിക്ക് തോന്നുന്നില്ല ആരും പ്രതീക്ഷിച്ചാണ് വന്നത്. ട്രംപ് പറയുന്ന പോലെ നമ്മൾ ബൈ ദ ഡിപ്പ് ഒക്കെ ചെയ്യാൻ തോന്നുന്നല്ല. കൈ കാശുണ്ടെങ്കിൽ ബൈ ദ ഡിപ്പിനെ ഇപ്പം സ്കോപ്പെന്ന് തോന്നുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റിക്കും GDP ഗ്രോത്തിനൊക്കെ സാധ്യതകൾ കുറവാന്ന് തോന്നുന്നു. നമ്മൾ ഒരു എന്താ പറയാ, ഒരു ഡീല് പെട്ടെന്ന് തന്നെ നടന്നില്ലെങ്കിൽ ഇതിപ്പോ പ്രൊലോങ് ചെയ്ത് പോയാൽ പോലും അത് എക്കണോമിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നല്ലേ തോന്നുന്നത്. ഇത് പ്രൊലോങ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എക്കണോമിനെ ബാധിക്കും. കാരണം ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ റഷ്യനെ ഇതിനകത്ത് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ റഷ്യ അത്രയ്ക്കും ഒരു സിഗ്നിഫിക്കൻറ്റ് ട്രേഡ് പാർട്ട്ണറല്ല. ഇപ്പം യുഎസിനോ യൂറോപ്പിനോ, ഇപ്പോൾ യൂറോപ്പിന് ഗ്യാസ് ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നു എങ്കിലും റഷ്യ അത്രയ്ക്കും വേൾഡ് ട്രേഡിൽ ഒരു എന്താ പറയുക, ചൈനയ്ക്കുള്ള പ്രാധാന്യം ഇല്ല. ചൈനയെ മാറ്റി നിർത്തുമ്പം അതൊരു വേറെ ലെവൽ സംഭവമാണ് വരാൻ പോകുന്നത്. അപ്പം അത് ചൈനയ്ക്കും എന്നാ പറയുന്നത് അലൈസ് ഉണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ അതങ്ങനൊരു രണ്ട് രീതിയിലേക്ക് പോകുന്നെങ്കിൽ സംശയമുണ്ട്. ഇപ്പം ഒരുമാതിരിപ്പെട്ട ഇപ്പം യൂറോപ്പും അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ കൂടുതൽ അലയാൻ സാധ്യത യുഎസുമായിട്ടാണ്. അടുത്ത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആ യുഎസിന് ആ സുപ്രമസി ഉണ്ട് താനും. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും ട്രംപ് താരിഫ് കൊണ്ടുവന്നത്? അശ്വൻ്റെ തിയറിയിലെന്താ തോന്നുന്നത്? ഒരു ഭയങ്കരമായ തീരുമാനമാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും. അതായത് അമേരിക്കയെ റിച്ചാക്കാനായിട്ട് പുള്ളിയുടെ തിയറി അനുസരിച്ച് അമേരിക്കക്കാർക്ക് ടാക്സ് കൂടുന്നതിനേക്കാളും എളുപ്പം താരിഫ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പം താരിഫ് കൊണ്ടുവരുന്നതും അത് കൂടുതലും പേ ചെയ്യേണ്ടവരത് അമേരിക്കൻ കൺസ്യൂമേഴ്സ് എൻഡ് തന്നെയല്ലേ? ഓഫ് ദി ഡേ അതെല്ലാം പാസ് ചെയ്യുന്നത് അമേരിക്കൻ കൺസ്യൂമേഴ്സിനാണ്. പക്ഷെ ആള് പറയുന്നത് ഞാൻ നേരിട്ട് ടാക്സ് വഴി അമേരിക്കനെ വെൽത്തിയാക്കുന്നതിനേക്കാളും നല്ലത് താരിഫ് കൊണ്ടുവന്നു കഴിഞ്ഞ് പല രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അമേരിക്കൻ എക്കോണമി സ്ട്രോങ് ആവട്ടെ എന്നുള്ളതാണ്. കണക്കുകളൊക്കെ ഭയങ്കര രസമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ഇവൻ ന്യൂസിലാൻഡിൽ തന്നെ ഒരു 10% ആണ് താരിഫ് കൊണ്ടുവന്നത്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് അമേരിക്കയ്ക്ക് ന്യൂസിലാൻഡ് 20% താരിഫുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ 10% താരിഫ് എക്സ്ട്രാ കൊണ്ടുവന്നതെന്ന്. പക്ഷേ ഒരു ബ്ലാങ്കറ്റ് താരിഫ് ഒട്ടുമിക്ക രാജ്യങ്ങൾക്കില്ല. ഇപ്പോൾ പല പ്രൊഡക്ട്സിനും അല്ലെങ്കിൽ പല കാറ്റഗറിയിലും പല താരിഫാണ്. പക്ഷേ ട്രംപിൻ്റെ കണക്കനുസരിച്ച് ഓരോ രാജ്യത്തിനും പുള്ളി റഫ്ലി ഒരു കണക്കിട്ട് ഒരു താരിഫ് കൊണ്ടുവരുന്നതാണ്. അതിനകത്തൊരു എന്താ പറയുക, ഒരു ബ്ലാങ്കറ്റ് റൂളോ അങ്ങനെയൊന്നും ഇല്ല. പല രാജ്യങ്ങൾക്കും പല താരിഫും ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം എങ്ങനെ ഓരോ രാജ്യങ്ങളും ബാധിക്കുന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഉള്ളത് അമേരിക്കൻ എക്കോണമിനെ സ്ട്രെങ്ത് ആക്കുമോ അതോ അത് നെഗറ്റീവ്ലി ബാധിക്കുന്നുള്ളതും കണ്ടറിയണം. എനിക്ക് തോന്നുന്നു വേറൊരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പം പണ്ട് ചൈനയിൽ മാനുഫാക്ചറിങ്, ചൈന, വിയറ്റ്നാം അവിടേക്കുള്ള ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ് നടക്കുന്നു. അതൊരു ലോ പെയ്ഡ് ജോബായിരുന്നു. അത് ചെയ്യാൻ അത്ര ഇപ്പം മിക്ക കമ്പനികളും ഇപ്പം നൈക്കി മുതൽ ആപ്പിൾ വരെ ഇതെല്ലാം US കമ്പനികളാണല്ലോ കൂടുതൽ മാനുഫാക്ചറിങ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് അത് ഓക്കെ ആയിരുന്നു. മാനുഫാക്ചറിങ് ഒരു ചീപ്പ് ജോബാണ്. അത് US അത് എന്താ പറയുക, അത്രയും ചീപ്പായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചൈന അല്ലെങ്കിൽ വേറെ തേർഡ് വേൾഡ് കൺട്രി ചെയ്യുന്നതാണ്
യുഎസ് കമ്പനീസിന് ബെനിഫിറ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് വേറൊരു ഇപ്പോൾ വരുന്നൊരു സിനാരിയോ എന്ന് പറഞ്ഞാൽ ഇപ്പം AI ഒക്കെ ഇവോൾവ് ചെയ്തുകൊണ്ട് വരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ ബോസ്റ്റൺ റോബോട്ടിക്സിൻ്റെ ഒക്കെ ചില റോബോട്ടുകളെ കാണുന്നതാണ്. അപ്പം ഈ റോബോട്ടിക് ടെക്നോളജി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ലോകത്തിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പോക്കിന് ചിലപ്പോൾ ഒരു 5 അല്ലെങ്കിൽ ഒരു 10 കൊല്ലം കൊണ്ട് ഒരുപാട് മാനുഫാക്ചറിങ് പ്രോസസ്സും ഒക്കെ ഓട്ടോമേറ്റഡ് ആയിരിക്കും തോന്നും. അപ്പം ലേബറിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു സെക്ഷനായി മാനുഫാക്ചറിങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളപ്പം അവർക്ക് ആ പവറ് തിരിച്ചു വേണം. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ കുറേ ഇപ്പം നമ്മൾ ടെസ്ലയുടെ ഫാക്ടറികൾ തന്നെ കാണാറുണ്ട്. പലതും പിന്നെ ഹ്യൂമൻ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഫുള്ളി ഓട്ടോമേറ്റഡ്. ചെയ്യാൻ പറ്റുന്നൊരു ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള സമയമാകുമ്പോഴത്തേക്കും ഇവർക്ക് ഈ ലിറ്ററലി ആ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ്റെ ഒരു നല്ലൊരു വിഹിതം യുഎസ് തന്നെ നടക്കണം, അല്ലെങ്കിൽ അത് ഒരു വയബിളായ ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടാവും. ചിലപ്പോൾ അതിനിപ്പോഴേ കമ്പനികൾക്ക് പ്രഷർ കൊടുത്തു കഴിഞ്ഞാലായിരിക്കും ചിലപ്പം അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പല കമ്പനികളും ഫാക്ടറീസ് ഈവൻ ആപ്പിളിൻ്റെ തന്നെ പല പ്രൊഡക്ഷൻ ചിലപ്പോൾ യുഎസിലേക്ക് എക്കണോമിക്കലി വയബിളായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതായിരിക്കാം അവർ ഈ താരിഫിന് ഇത്രയും പുഷ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ട്രേഡിലകത്ത് ഏറ്റവും കൂടുതൽ ഡീലർ ഉണ്ടാക്കുന്നതും ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ വരുന്നത് യുഎസ് കമ്പനിക്ക് തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനൊരു തടയിടാനുള്ളൊരു മൊമെൻ്റായി എന്ന് അവർക്ക് തോന്നുന്നുണ്ടെന്നാ തോന്നുന്നു. അതായിരിക്കാം ഇതിനകത്തുള്ള ഒരു മെയിൻ ലീഡായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ ശരിയാണ്, അതൊരു ലോജിക്കലായിട്ടുള്ളൊരു കൺക്ലൂഷനാണ്. കാരണം ഇപ്പോൾ തന്നെ അമേരിക്കൻ കമ്പനികളാണല്ലോ ഇതുവരെയും ഇത്രയും ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ടിക്ടോക്കിൽ കണ്ടില്ലേ, ചൈനയിൽ നിന്ന് വരുന്ന വാർത്തകളനുസരിച്ച് ഇപ്പം $1000 $2000 ഉണ്ടാക്കുന്ന പല പ്രോഡക്ട്സാണ് അമേരിക്കയിൽ 30,000 40,000 വിറ്റ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഇനിയിപ്പോൾ പറഞ്ഞ പോലെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാനും കൂടെ ഉണ്ടാവും. ഏതായാലും ഈ സംഭവം നമ്മളെപ്പോലുള്ള ആളുകളുടെ വയറ്റത്തടിക്കാതിരിക്കട്ടെ മാത്രമേ നമുക്ക് ഹോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഇത് പെട്ടെന്ന് തീരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെന്ന് തോന്നുന്നു. വേൾഡ് പൊതുവേ കോവിഡിൻ്റെ ഒരു ഇൻഫ്ലേഷനിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് ഇപ്പം ഈ അടുത്ത റൗണ്ട് സാധനം വരുന്നത്. ഇത് പറയുന്നത് എത്ര നാളെ ഇത് റിസോൾവ് ചെയ്യാൻ വേണ്ടി ഇരിക്കും. അതുപോലെ തന്നെ യുഎസിനകത്ത് എത്ര വിട്ടുകൊടുക്കും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇത് കഴിഞ്ഞ പോലത്തെ ട്രേഡ് ആയിരിക്കില്ല. ഫ്രീ ട്രേഡ് എന്നുള്ള വാക്കൊക്കെ തന്നെ അത്ര എളുപ്പമുള്ള പരിപാടിയായിട്ട് ഈ ലോകത്തിലുണ്ടാവില്ലെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും ഇന്നത്തെ പരിപാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നോക്കാം, വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ ഒരു ഔട്ട്കം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്.